നമ്മുടെ മാധ്യമ സംഘം അവിടേക്ക് ചെല്ലുമ്പോൾ ആകെയുള്ളത് ഈ റോഡിലെ മണ്ണ് നീക്കത്തിനായി ദേശീയപാത അതോറിറ്റിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കരാർ കമ്പനിയുടെ ആളുകൾ ഈ ദേശീയപാതയിലെ മണ്ണ് നീക്കി ഗതാഗതം സുഗമമാക്കാനുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണ്. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, അന്ന് മാധ്യമങ്ങൾ, റിപ്പോർട്ടർ അതിലേക്ക് മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഡോക്ടർ അരുൺ അടക്കമുള്ള നമ്മുടെ മാധ്യമ സംഘം. എ കെ അഭിലാഷാണ് ആദ്യം അവിടേക്ക് പോകുന്നത്. എ കെ അഭിലാഷിനെ കാസർഗോഡ് നിന്ന് അവിടേക്ക് നിയോഗിക്കാനായി നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ അഭിലാഷിന്റെ വാർത്താ സംഘമാണ് ആദ്യം പോകുന്നത്. പിന്നീട് അങ്ങോട്ട് അതിൽ തന്നെ തുടരണമെന്ന് നമ്മളെ തീരുമാനിപ്പിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ 18-ാം തീയതി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ട ഈ രക്ഷാപ്രവർത്തനത്തിലെ ഏകോപനമില്ലാത്ത കാഴ്ച, അവിടെ ഉണ്ടായിരുന്ന 3 ഹിറ്റാച്ചിയും 4 ടോറസുമാണ്. ആ 4-3-7 വാഹനം കൊണ്ട് എവിടെ തിരയാനാണ്? ഇത്രയും മൺകൂന കൂടിക്കിടക്കുന്ന ഭാഗത്ത് എവിടെ തിരയാനാണ് എന്ന ചോദ്യം നമുക്ക് തോന്നി. ആ ചോദ്യം നമുക്ക്, ആ മാധ്യമപ്രവർത്തനം ഇങ്ങനെ വേണം നമ്മളത് മുന്നോട്ട് പോകാൻ. ഈ ഒരാളെ കാണാതായതിന് അന്ന് നേരിട്ട ചോദ്യം എന്തായിരുന്നെന്ന് അറിയോ ഉണ്ണി സാറേ? ഏത് VIP ആണ് മണ്ണിനടിയിൽ കിടക്കുന്നത്? ആരെ അന്വേഷിച്ചാണ് നിങ്ങൾ വന്നത്? ഇത്രയും മാധ്യമങ്ങളൊക്കെ വരുന്നത് എന്തിനാണ്?